പക്ഷേ പ്രാക്ടീസ് ലാബ് പ്രാക്ടീസ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ചെറിയ ടാസ്ക് ആയിരിക്കില്ല, അതൊരു ഹാബിറ്റ് ആയിരിക്കും. ആ ഹാബിറ്റ് ഈ ജോബ് സെർച്ചിൻ്റെ കൂടെ ട്രൈ ചെയ്തുകൊണ്ടിരുന്നിട്ട് ഞാനൊരു 6 മാസം ട്രൈ ചെയ്തിട്ടാണ് ആദ്യത്തെ ഒരു ജോബ് റെഫറൽ വഴി എനിക്ക് കിട്ടിയത്. ഞാൻ ഇൻ ജനറൽ ഒരു ജോബ് ലാൻഡ് ചെയ്യാനുള്ള ഒരു മെത്തേഡല്ല പറയുന്നത്, നിശ്ചിത ടൈം അറിയുന്ന അല്ലെങ്കിൽ എങ്ങനെ ചെയ്യാമെന്ന് കറക്റ്റായിട്ട് അറിയുന്ന ടാസ്കുകൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അത് ക്രിയേറ്റ് ചെയ്ത ഉടനെ അത് ചെയ്ത് തീർത്തുകൊണ്ട് തന്നെ ചെയ്ത് തീർത്തിട്ട് ആ ചെയ്ത് തീർത്ത ടാസ്കിൽ നിന്ന് അടുത്ത ടാസ്കുകൾ ഡിഫൈൻ ചെയ്തു വരും. അപ്പോൾ നമുക്ക് ഒരു ക്ലാരിറ്റി ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. ആ ഒരു ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്താനുള്ള ക്ലാരിറ്റി നമുക്ക് വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ അവസാനം ആ ഒരു ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തും എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ കേസ് സ്റ്റഡിയാണ്. ഞാൻ ചെയ്യാൻ വളരെയധികം ആഗ്രഹിക്കുന്ന ഒരു ഹിമാലയൻ ടാസ്ക്കാണ് ഒരു എൻ്റർപ്രണർഷിപ്പ് അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് ബിൽഡ് ചെയ്യുക എന്നുള്ളത്. അതിൽ ആദ്യത്തെ ടാസ്ക് എന്തായിരിക്കും? ഇതേപോലെ തന്നെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടാസ്ക്കാണ് വാച്ച് വീഡിയോസ് അബൌട്ട് ഹൗ ടു ഗെറ്റ് സ്റ്റാർട്ടഡ് വിത്ത് സ്റ്റാർട്ടപ്പ്. അപ്പോൾ യൂട്യൂബിൽ കയറിയിട്ട് ഹൗ ടു ഗെറ്റ് സ്റ്റാർട്ടഡ് വിത്ത് സ്റ്റാർട്ടപ്പ് എന്നുള്ള ടൈറ്റിൽ ഒരു 2 വീഡിയോ ഞാൻ കണ്ടാൽ അത് ഇതിലൊരു ഫസ്റ്റ് സ്റ്റെപ്പാണ്. അതിൽ നിന്ന് അടുത്ത ടാസ്ക് ഡിഫൈൻ ആവും. അങ്ങനെ അടുത്ത ടാസ്കും ഇതേപോലെ ഡൂവബിളും എങ്ങനെ ചെയ്യാമെന്നുള്ളൊരു നോളജ് അറിവ് നമുക്ക് കിട്ടിയാൽ അത് ചെയ്ത് ഇങ്ങനെ പോയാൽ ആ ഒരു നമ്മൾ ഉദ്ദേശിച്ച റിസൾട്ടിലേക്ക് മൊമെൻറ്റം ബിൽഡ് ചെയ്തുകൊണ്ട് എത്താൻ നമുക്ക് കഴിയുമെന്നുള്ളതാണ്. ഇപ്പോൾ ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു കാര്യമാണ്. ഇപ്പോൾ യൂട്യൂബ് കയറിയിട്ട് ഹൗ ടു ഗെറ്റ് സ്റ്റാർട്ടഡ് വിത്ത് സ്റ്റാർട്ടപ്പ് എന്നടിച്ചാൽ എനിക്ക് കുറച്ച് റിസൾട്ട് വരും. ആ റിസൾട്ടിൽ ഇമാൻ ഖാദിൻ്റെ ഒരു വീഡിയോ കിട്ടി, അതേപോലെ തന്നെ ഹൗ ടു സ്റ്റാർട്ട് ബിസിനസ് ഫ്രം നത്തിങ് എന്നുള്ള അലി അബ്ദാലിൻ്റെ വീഡിയോ കിട്ടി, വേറൊരു വീഡിയോ. ഈ ഒരു 2 വീഡിയോ ഞാൻ ചൂസ് ചെയ്തു, 28 മിനിറ്റും 16 മിനിറ്റും. ആദ്യം ഈ 16 മിനിറ്റിൻ്റെ വീഡിയോ ഞാൻ കണ്ടു. ഓക്കെ, 16 മിനിറ്റാണ് എൻ്റെ ടാസ്ക് ഫിനിഷ് ചെയ്യാനുള്ള ടൈം. ഈ 2 വീഡിയോ ഫിനിഷ് ചെയ്യുമ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്നത് 2-3 ആക്ഷനബിൾ ടാസ്ക് ഇതിൽ നിന്ന് ജനറേറ്റ് ചെയ്തെടുക്കാൻ കഴിയണം. ഡുവബിൾ ആയിരിക്കണം. എത്ര ടൈം എടുക്കുമെന്ന് എനിക്കറിയണം, എത്ര എഫേർട്ട് അതിലുണ്ടാവും എന്ന് എനിക്കറിയണം. അപ്പോൾ ഇതിങ്ങനെ ചെയ്താൽ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നാൽ മൊമെൻറ്റം ബിൽഡ് ചെയ്തിട്ട് അവസാനം ഒരു സക്സസ്ഫുൾ സ്റ്റാർട്ടപ്പ് ബിൽഡ് ചെയ്യാൻ പറ്റുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഈ ട്യൂട്ടോറിയലിൽ ടാസ്ക് ലിസ്റ്റ് ചെയ്യാനും പ്രൊജക്ട് മാനേജ് ചെയ്യാനും ഞാൻ ഉപയോഗിച്ചത് നോഷനാണ്. നോഷൻ ഉപയോഗിച്ചിട്ട് എങ്ങനെ പേഴ്സണൽ ലൈഫ് മാനേജ് ചെയ്യാം, എങ്ങനെ സെക്കൻഡ് ബ്രെയിൻ ബിൽഡ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കൂടുതൽ വീഡിയോസിൽ പഠിക്കാം. ഇതിന് മുന്നേ നോഷൻ്റെ ബേസിക് ട്യൂട്ടോറിയൽ കണ്ടില്ലെങ്കിൽ നോഷൻ്റെ ബേസിക് ട്യൂട്ടോറിയൽ കാണാം. നോഷൻ ഡെയിലി ലൈഫിൽ കൊണ്ടുവന്നതിന് ശേഷം ഡെയിലി ലൈഫ് എഫക്റ്റീവ് ആക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക.